നിലമ്പൂരിൽ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ളത് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. മുന്നണികളിലെ പ്രവർത്തകർ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകൾ ആഘോഷമാക്കി. അനൗൺസ്മെന്റും ഗാനങ്ങളുമായി ജനക്കൂട്ടം ആവേശലഹരിയിലായിരുന്നു. പാർട്ടി ചിഹ്നമുള്ള തൊപ്പികളും വസ്ത്രങ്ങളും ധരിച്ചും പതാകകളുമേന്തി കൊട്ടിക്കലാശത്തിൽ ആവേശത്തോടുകൂടിയാണ് പ്രവർത്തകർ പങ്കെടുത്തത്. വൈകിട്ട് 4 മണിയോടെ നിലമ്പൂർ നഗരത്തിൽ പ്രവേശിച്ച ഷൌക്കത്തിന് ആവേശം നിറഞ്ഞ വരവേൽപ്പാണ് UDF പ്രവർത്തകർ നൽകിയത്. മഹാറാണി ജംഗ്ഷൻ മുതൽ നിലമ്പൂർ സ്റ്റേഷൻ പടി വരെയായിരുന്നു LDF പ്രവർത്തകരുടെ കലാശക്കൂട്ട്. ഹോസ്പിറ്റൽ റോഡ് ജംഗ്ഷൻ മുതലായിരുന്നു NDA പ്രവർത്തകരുടെ കലാശക്കൂട്ട്. 3 മുന്നണികളും കലാശക്കൂട്ടിന് പ്രാധാന്യം കൊടുത്തപ്പോൾ PV അൻവർ ഇന്നും വോട്ട് അഭ്യർത്ഥനയുമായി ജനങ്ങൾക്കിടയിലായിരുന്നു. TG സജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. സജിത്ത്, ആഘോഷമായി ആവേശമായി 23 നാൾ നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന്റെ ആരവമൊഴിഞ്ഞു അല്ലേ? ഇനി നിശബ്ദം. തീർച്ചയായും നിലമ്പൂർ അതിന്റെ ആവേശ കാഴ്ചകൾക്കൊടുവിൽ നാളെ ഒരു നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ആ നിശബ്ദ പ്രചരണത്തിലും അടിയൊഴുക്കുകൾക്ക് പല സാധ്യതകളുമുണ്ട്, രാഷ്ട്രീയ നീക്കങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ വരും നിലമ്പൂരിലെ ആ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മറ്റൊരു മുഖം കൂടി നമുക്ക് പ്രതീക്ഷിക്കാമെന്ന സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇതാ എനിക്ക് പിന്നിൽ കാണുന്നത് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. കൊട്ടിക്കലാശം ഒരുപക്ഷെ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ആവേശം പ്രകടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പിനൊടുവിൽ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയാണ്. തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുദ്രാവാക്യം വിളികളുമായി ഇവിടെ തടിച്ചുകൂടിയ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. കാരണം ഇനി നാളെ നിശബ്ദ പ്രചരണ ദിവസമാണ്. ഇനിയും പോളിംഗ് ബൂത്തുകളിൽ നിർണായകമായ പല ജോലികളും ബാക്കിയുണ്ട്. അങ്ങനെ അണികളെ കൊണ്ട് സംഘടനാ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ വോട്ടർമാരെ എത്തിക്കുക എന്ന ദൌത്യമാണ് ഇനി മുന്നിലുള്ളത്. 2 പ്രതിസന്ധികൾ പ്രതീക്ഷിക്കാം. ഒന്ന് കാലാവസ്ഥയാണ്. കാരണം മഴ ശക്തമാണെങ്കിൽ പോളിംഗ് ദിവസം ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയെന്ന കാലാവസ്ഥാ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിംഗിനെ മഴ ഒരു പക്ഷേ തടസ്സപ്പെടുത്തിയേക്കാം. പക്ഷേ അത് ബാധിക്കാത്ത രീതിയിൽ പ്രവർത്തകരെ, വോട്ടർമാരെ തങ്ങളുടെ വോട്ടുകൾ പോൾ ചെയ്യിക്കപ്പെടുക എന്ന വലിയ വെല്ലുവിളിയുണ്ട്. അങ്ങനെ നിലമ്പൂർ പറഞ്ഞ രാഷ്ട്രീയം എന്താ എന്ന് കേരളം കാത്തിരിക്കണമെങ്കിൽ 23-ാം തീയതി വരെ വേണം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നത് നിലമ്പൂരിന്റെ അടുത്ത ചുരുങ്ങിയ നാളത്തേക്കുള്ള ജനപ്രതിനിധി ആര് എന്ന തെരഞ്ഞെടുപ്പ് മാത്രമല്ല, മറിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കളമൊരുക്കലാണ്, സെമി ഫൈനലാണ്. അക്ഷരാർത്ഥത്തിൽ തർക്കമില്ലാ കാര്യത്തിൽ. കാരണം ഇവിടെ വിജയം അല്ലെങ്കിൽ പരീക്ഷണ വിധേയമാവുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, ഈ മുന്നണികളെ നയിച്ച നേതാക്കൾ കൂടിയാണ്, അവരെടുത്ത രാഷ്ട്രീയ നിലപാടുകൾ കൂടിയാണ്. ആ വെല്ലുവിളി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ വിലയിരുത്തലാകുമെന്ന് ഏറ്റെടുക്കും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ ജനവിധി നിശ്ചയിക്കപ്പെടുക കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ സൂചകമായി തന്നെ മാറുകയും ചെയ്യും. അതാണ് സജിത്ത്, ഏറ്റവും പ്രധാനമായി തങ്ങൾക്കൊപ്പമാണ് കൂടുതൽ ജനസമ്മതി, ഞങ്ങൾക്കൊപ്പമാണ് കൂടുതൽ ആളുകൾ ഉള്ളത്, ജനങ്ങളുള്ളതെന്ന് കാണിക്കാനുള്ളൊരു ശ്രമം 3 മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമ്മളത് വളരെ വ്യക്തമായി ഇന്നത്തെ ആഘോഷത്തിൽ, ആ വലിയ ജനസഞ്ചയത്തിന്റെ കൂടെ 3 മുന്നണികളും കൂടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന ആരോപണ പ്രത്യാരോപണം അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇന്ന് 3 മുന്നണികൾക്കും സജീവമായ പ്രവർത്തനം, ആവേശഭരിതരായ ആളുകൾ. പക്ഷേ അവിടെ PV അൻവർ വിട്ടുനിന്നതും ശ്രദ്ധേയമാണ് അല്ലെ? PV അൻവർ ഒരു രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിച്ചു. അദ്ദേഹം ഈ കൊട്ടിക്കലാശത്തിനില്ല എന്നതാണ്. അതിൽ ന്യായമായി അൻവർ സൂചിപ്പിച്ചത് പ്രവർത്തകരെ ഇതിലേക്ക് അണിനിരത്തി ഒരു വാശി പ്രകടനത്തില്ല, മറിച്ച് ആ സമയം കൂടുതൽ വോട്ടർമാരെ കാണാൻ പ്രയോജനപ്പെടുത്തുമെന്നതാണ്. അൻവർ ഇവിടെ മറ്റു മുന്നണികളുടെ കൊട്ടിക്കലാശ സമയത്ത് കൂടുതൽ വോട്ടർമാരെ കാണാൻ അൻവർ പോയി. അങ്ങനെ ഒരു ക്യാമ്പയിനാണ് അൻവർ നയിച്ചത്. യഥാർത്ഥത്തിൽ
ഈ ഉപതെരഞ്ഞെടുപ്പിന് കാരണക്കാരനായ വ്യക്തി PV അൻവറാണ്. അദ്ദേഹത്തിന്റെ രാജിയാണ്. ആ രാജി ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പിൽ അൻവർ കൂടി വീണ്ടും മത്സരരംഗത്ത് വന്നതോടുകൂടി ഉണ്ടായ രാഷ്ട്രീയ ചിത്രം നിർണായകമാണ്. ഒരു കാര്യം വ്യക്തമാണ്, മുന്നണികളുടെ രാഷ്ട്രീയ വോട്ടിനപ്പുറം PV അൻവർ എന്ന മുന്നണി സ്ഥാനാർത്ഥിക്ക് വ്യത്യസ്തനായി വന്ന പുതിയൊരു സ്ഥാനാർത്ഥി, അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ കൂടി നിർണായകമാണ്. ആ വോട്ടുകളാവണം ഒരുപക്ഷെ ഇരു സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ നിശ്ചയിക്കുക എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും അൻവർ വോട്ടുകൾ തങ്ങളെ സ്വാധീനിക്കില്ല എന്ന വാദം ഇടതു വലതു മുന്നണികൾ ഒരുപോലെ ഉയർത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത അൻവർ സമാഹരിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിയുടെ നഷ്ടമാകും, ആരുടെ നേട്ടമാകുമെന്ന ചോദ്യമാണ്. എന്തായാലും കാത്തിരിക്കാം 23 വരെ. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഭൂരിപക്ഷം 15,000 കടക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. 2026 വിജയത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കുമെന്നും UDF നേതാക്കൾ പ്രതികരിച്ചു. ഉജ്ജ്വലമായ വിജയം നേടണമെങ്കിൽ ഈ നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്കുണ്ടാകണം. അപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ നിലമ്പൂരിലെ ആളുകളോട് വോട്ട് ചോദിക്കുന്നത്, വോട്ടർമാരോട് 2026 ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള തുടക്കം കുറിക്കേണ്ടത് ഈ നിലമ്പൂരിൽ നിന്നാണ്. ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, അതേ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണം. നിലമ്പൂരാണ് തെരഞ്ഞെടുപ്പ് എങ്കിലും ഇത് UDF വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തന്നെയാണ് അധികാരത്തിൽ വരിക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഒരു സാമ്പിളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനുകൂലമായ കാറ്റാണ് നിലമ്പൂരിലെന്ന് LDF അവകാശപ്പെടുന്നു. ഇതോടെ UDFന്റെ അടിത്തറ തകരുമെന്നും നേതാക്കൾ പ്രതികരിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ ഇപ്പോൾ നല്ല നിലയ്ക്ക് നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ K കരുണാകരന് താൽപര്യക്കുറവുണ്ടായിരുന്നു. പല UDF സർക്കാരുകളും ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ വിമുഖത കാട്ടിയതായും മുഖ്യമന്ത്രി വിമർശിച്ചു.